വളരെ സംഭവ ബഹുലമായിട്ടുള്ള ഒരാഴ്ചയാണ് കടന്നുപോയത്. വിപണി രണ്ട് തട്ടിലായിരുന്നു. കഴിഞ്ഞ ആഴ്ച 25,500 താഴെ ഒരു അനിശ്ചിതാവസ്ഥയിൽ ക്ലോസ് ചെയ്ത ശേഷം ബിയറുകൾ വിപണി കീഴടക്കാൻ തയ്യാറാണ് എന്ന് തോന്നിയ അവസരങ്ങൾ, കാര്യങ്ങൾ മോശമായിക്കൊണ്ടിരുന്നപ്പോൾ അവസാന സെഷനുകളിൽ വിപണി അതിശയിപ്പിക്കുന്ന തിരിച്ചുവരവുണ്ട്. എല്ലാവരുടെയും മനസ്സിലുള്ള പ്രധാന ചോദ്യം ഇതാണ്: ഇതൊരു താൽക്കാലിക ആശ്വാസ റാലി ആയിരുന്നോ അതോ ബുൾ മാർക്കറ്റ് വീണ്ടും തുടങ്ങുകയാണ്? അപ്രതീക്ഷിതമായിട്ടുള്ള ചില സെക്ടറുകൾ വിപണിയെ ശക്തമായിട്ട് തിരികെ കൊണ്ടുവന്നു. ഇത് കളിയുടെ ഗതി മാറ്റുകയുണ്ടായി. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? ഇതൊരു ബുൾ ട്രാപ്പ് ആണോ അതോ ഒരു പുതിയ റാലിയുടെ തുടക്കമാണോ? ഈ വീഡിയോയിൽ കഴിഞ്ഞ ആഴ്ചയിലെ നീക്കങ്ങൾ നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഡാറ്റ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് കൂടി മനസ്സിലാക്കാം. കൂടാതെ ഫെബ്രുവരി 23 മുതൽ 27 വരെയുള്ള ആഴ്ചയിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ലെവലുകൾ, സംഭവങ്ങൾ, ഓഹരികൾ എന്നിവയെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻ. വെൽക്കം ടു ദ മാർക്കറ്റ് റൗണ്ട് അപ്പ് ആൻഡ് മാർക്കറ്റ് ഔട്ട്ലുക്ക് ഫോർ നെക്സ്റ്റ് വീക്ക്. ആദ്യമായിട്ട് മാർക്കറ്റ് റീക്യാപ്പ്. ഇന്ത്യൻ ഓഹരി വിപണിയിലെ കഴിഞ്ഞ ആഴ്ച ഒരു ക്ലാസിക് ഡ്രാമ പോലെയായിരുന്നു. മുൻ ആഴ്ചയിലെ വിൽപ്പനയുടെ സമ്മർദ്ദത്തോടെയാണ് ഇത് തുടങ്ങിയത്. ഐ ടി മേഖലയിലെ കനത്ത തിരുത്തലുകളും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള വിൽപ്പനയും വിപണിയുടെ ആത്മവിശ്വാസം കെടുത്തി എന്ന് തന്നെ പറയാം. തിങ്കളാഴ്ച വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ 972 കോടി രൂപയുടെ ഓഹരികൾ വിറ്റഴിച്ചു. പ്രധാന സൂചികൾ ദുർബലമായിട്ട് കാണപ്പെട്ടു. ആദ്യത്തെ 2 ദിവസങ്ങളിൽ ബെയറുകൾ പൂർണ്ണ നിയന്ത്രണത്തിലായി എന്നുകൂടി മനസ്സിലാക്കാം. പിന്നീടാണ് കളി മാറിയത്. ആഴ്ചയുടെ മധ്യത്തിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവുണ്ടായി. ഇത് നിഫ്റ്റിയുടെ നഷ്ടപ്പെട്ട നില വീണ്ടെടുക്കാൻ സഹായിച്ചു. പക്ഷേ ഫെബ്രുവരി 19 1200 പോയിന്റിന്റെ വലിയൊരു ക്രാഷിന് ശേഷം ഫെബ്രുവരി 20 ഇന്ത്യൻ മാർക്കറ്റ് ശക്തമായിട്ടുള്ള റീബൗണ്ട് കണ്ടു. സെൻസെക്സ് 300 പോയിന്റ് റിക്കവർ ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. 82,814 സെൻസെക്സ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 50 ആയിട്ട് 25,500 മുകളിൽ സസ്റ്റെയിൻ ചെയ്തു. ബാങ്ക് നിഫ്റ്റി 61,172 ക്ലോസ് ചെയ്തു. ഈ വീണ്ടെടുക്കലിന് പ്രധാന കാരണം ബാങ്കിംഗ് സെക്ടർ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളുടെ ഒരു റിക്കവറി കാണാൻ കഴിഞ്ഞു. മറ്റു മേഖലകൾ സമ്മർദ്ദത്തിലായപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ അവിശ്വസനീയമായിട്ടുള്ള കരുത്ത് പ്രകടമാക്കി. നിഫ്റ്റി പൊതുമേഖലാ ബാങ്ക് സൂചിക ബുധനാഴ്ച 1.5% നേട്ടമുണ്ടാക്കി. റെക്കോർഡ് ഉയരത്തിലെത്തുന്നതും നമുക്ക് കാണാൻ കഴിഞ്ഞു. സാമ്പത്തിക രംഗത്തെ ഈ അതിശക്തമായിട്ടുള്ള പ്രകടനം വിപണിയെ മൊത്തത്തിൽ ഉയർത്താൻ സഹായിച്ചു. മെറ്റൽസും ഒരു തിരിച്ചുവരവ് കാണിക്കുന്നുണ്ടായിരുന്നു. സ്റ്റീൽ താരിഫ് കുറയ്ക്കാൻ US ആലോചിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഈ മേഖലയ്ക്ക് ഉണർവേകി. ഇത് ടാറ്റാ സ്റ്റീൽ, JSW സ്റ്റീൽ തുടങ്ങിയ ഓഹരികൾക്ക് നല്ല ഉത്തേജനം തരുന്നുണ്ടായിരുന്നു. ഇതുപോലെയുള്ള സെക്ടർ റൊട്ടേഷൻ, അതായത് ഐ ടി പോലെയുള്ള ദുർബലമായിട്ടുള്ള മേഖലകളിൽ നിന്ന് പണം ബാങ്കുകൾ, മെറ്റൽസ് പോലെയുള്ള മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന മേഖലകളിലേക്ക് മാറ്റുന്നത് ഈ ആഴ്ച തിരിച്ചുവരവിന്റെ പ്രധാന ഘടകമായിട്ട് മാറി. ഇനി FISന്റെ പണത്തിന്റെ ഒഴുക്കിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. FIS പൊതുവെ സെല്ലേഴ്സ് ആയിരുന്നെങ്കിലും ആഴ്ചയുടെ മധ്യത്തോടെ പ്രവണത മാറുന്നതും നമ്മൾ പിന്നീട് കണ്ടു. ഈ ആഴ്ച ആഭ്യന്തര നിക്ഷേപകരും അവസാന നിമിഷം എത്തിയ FIകളും നല്ല വിജയം കാഴ്ചവെക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ആഴ്ച വാർത്തകളിൽ ഇടം പിടിച്ച ഓഹരികളെയും സെക്ടറുകളെയും കുറിച്ച് ഒന്ന് പരിശോധിച്ചു പോകാം. വ്യക്തമായിട്ടുള്ള നേട്ടമുണ്ടാക്കിയവരും നഷ്ടം സഹിച്ചവരുമുള്ള ഒരാഴ്ചയായിരുന്നു ഇത്. ഈ ആഴ്ച സമ്മർദ്ദത്തിലായ IT മേഖലയെ കുറിച്ച് തന്നെയാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിഫ്റ്റി IT സൂചിക ആഴ്ചയുടെ തുടക്കത്തിൽ വിപണിയുടെ ഏറ്റവും ദുർബലമായിട്ടുള്ള കണ്ണിയായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുണ്ടാകാവുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള ആശങ്കകളാണ് ഈ സമ്മർദ്ദത്തിന് കാരണമായത്. പരമ്പരാഗത ഇന്ത്യൻ IT സേവന മാതൃകകൾ വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെന്ന് നിക്ഷേപകർ ഭയപ്പെട്ടു. പ്രമുഖ IT ഓഹരികളെല്ലാം അവയുടെ പ്രധാന മൂവിംഗ് ആവറേജുകൾക്ക് താഴെ ട്രേഡ് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു. എന്നാൽ ഇതിനിടയിലും ഒരു പ്രധാന സംഭവം നമുക്ക് കാണാൻ കഴിഞ്ഞു. ഫെബ്രുവരി 17 ചൊവ്വാഴ്ച ഇൻഫോസിസ് തങ്ങളുടെ ഇൻവെസ്റ്റർ AI ഡേ സംഘടിപ്പിച്ചു. കമ്പനിയുടെ AI സംബന്ധിച്ച തന്ത്രങ്ങളും പദ്ധതികളും നിക്ഷേപകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഓഹരിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ത്യൻ IT ഭീമന്മാർ കാഴ്ചക്കാരായിട്ട് നിൽക്കുകയായിരുന്നില്ല. മറിച്ച് IT വിപ്ലവത്തിൽ പങ്കാളികളാകാൻ ശ്രമിക്കുന്നതിന്റെ വലിയ സൂചനകൾ ഈ ആഴ്ച കാണാൻ കഴിയും. മറുവശത്ത് ആഴ്ചയിലെ ചാമ്പ്യന്മാരായിട്ടുള്ള പൊതുമേഖലാ ബാങ്കുകൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. നിഫ്റ്റിയിൽ തിരുത്തൽ നടക്കുമ്പോഴും പൊതുമേഖലാ ബാങ്ക് സൂചികൾ പുതിയ ഉയരങ്ങൾ കീഴടക്കി. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക് തുടങ്ങിയ ഓഹരികളെല്ലാം ശക്തമായിട്ടുള്ള മുന്നേറ്റം കാഴ്ചവെച്ചു. വായ്പാ വളർച്ചയിലും പൊതുമേഖലാ ബാങ്കുകളുടെ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലും നിക്ഷേപകർക്ക് ആത്മവിശ്വാസം ഉണ്ട് എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രധാന മേഖലകൾക്കപ്പുറം ചില ഓഹരികൾ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നതും കാണാൻ കഴിഞ്ഞു. അതിലൊന്നാണ് ഓയിൽ ഇന്ത്യ. ആഗോളതലത്തിൽ ക്രൂഡ് ഓയിൽ വിലയിലുണ്ടായ വളർച്ചയെ തുടർന്ന് വ്യാഴാഴ്ച ഒറ്റ ദിവസം കൊണ്ട് 5% ഈ ഓഹരി ഉയരുന്നതും കാണാൻ കഴിഞ്ഞു. അവസാനമായി പ്രാഥമിക വിപണിയിൽ നിന്ന് ഒരു വലിയ വാർത്തയുണ്ട്. രാജ്യത്തെ ഏറ്റവും വലിയ അസറ്റ് മാനേജറായ SBI ഫണ്ട്സ് മാനേജ്മെന്റ് മാർച്ചോടുകൂടി അതിന്റെ IPOയ്ക്കായിട്ട് രേഖകൾ സമർപ്പിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ ഒരു വലിയ വാർത്തയാണ്. ഇഷ്യൂ വലിപ്പം ഏകദേശം $1.5 ബില്യൺ വരെയാകാം. ഇത് ഇന്ത്യയുടെ ഒരു അസറ്റ് മാനേജർ കമ്പനിയുടെ ഏറ്റവും വലിയ IPOകളിൽ ഒന്നായിരിക്കും. വിപണിയുടെ ചാഞ്ചാട്ടങ്ങൾക്കിടയിലും നിലവാരമുള്ള വലിയ കമ്പനികളെ വിപണിയിൽ എത്തിക്കാൻ ആത്മവിശ്വാസമുണ്ട് എന്ന് ഇത് നമുക്ക് അറിവ് തരും. വരുന്ന ആഴ്ച ഫെബ്രുവരി 23 മുതൽ 27 വരെ എന്തൊക്കെയാണ് മാർക്കറ്റിൽ സംഭവിക്കുക എന്ന്
നമുക്ക് നോക്കാം. നിഫ്റ്റി 50യുടെ ലെവലുകളെ കുറിച്ച് സംസാരിക്കാം. ബുധനാഴ്ചത്തെ ക്ലോസിംഗ് ഏകദേശം 25,819 ആയിരുന്നു. തൊട്ടടുത്ത സപ്പോർട്ട് 25,500 സോണിലാണ്. ഇവിടെ നിന്നാണ് വിപണി തിരികെ കയറാൻ തുടങ്ങിയത്. അതിനാൽ ഈ ബുള്ളുകൾ ഈ ഒരു ലെവലുകൾ പ്രതിരോധിക്കേണ്ടതുണ്ട്. നിഫ്റ്റി ഇനി ഇതിന് താഴേക്ക് പോയാൽ അടുത്ത സപ്പോർട്ട് 25,200, 25,300 ആ ഒരു റേഞ്ചിലായിരിക്കും. മുകളിലേക്ക് ആദ്യത്തെ കടമ്പ 25,900, 26,000 ആ ഒരു ലെവലാണ്. ഇതിന് മുകളിൽ ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടായാൽ 26 മുകളിലേക്കുള്ള ഒരു പുതിയ റാലിക്ക് സാധ്യതകളുണ്ട്. ബാങ്ക് നിഫ്റ്റിയുടെ കാര്യത്തിൽ വിപണിയുടെ മുന്നേറ്റത്തിൽ വലിയ പങ്കാളികളായിട്ട് ബാങ്ക് നിഫ്റ്റി തുടരുകയാണ്. 61,000 റേഞ്ചാണ് ഒരു വലിയ സപ്പോർട്ടായിട്ട് കാണേണ്ടത്. റെസിസ്റ്റൻസ് 61,800, 62,000 ഈ ലെവലുകളിൽ നമുക്ക് പ്രതീക്ഷിക്കാം. 62,000 മുകളിലുള്ള പുതിയ മുന്നേറ്റം നമുക്കൊരു വലിയ പ്രതീക്ഷ നൽകിയേക്കാം. ഫെബ്രുവരി 23, 27 ആഴ്ചകളിലെ ഇവന്റുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ട ആഭ്യന്തര ഡാറ്റ റിലീസുകളൊന്നും ഷെഡ്യൂൾ ചെയ്തിട്ടില്ല. ഇതിനർത്ഥം വിപണി, ആഗോള വാർത്തകൾ, വിദേശ നിക്ഷേപകരുടെ ഒഴുക്കിന്റെ ദിശ, ക്രൂഡ് ഓയിൽ, ഡോളർ എന്നിവയിൽ നിന്നായിരിക്കും സൂചനകൾ സ്വീകരിക്കുന്നത്. വരുന്ന ആഴ്ച റഡാറിൽ ഉണ്ടായിരിക്കേണ്ട ചില ഓഹരികൾ SBI, ഇൻഫോസിസ്, അതുപോലെ തന്നെ മുത്തൂറ്റ് ഫിനാൻസ് തുടങ്ങിയ ഓഹരികളാണ്. ഇവയൊക്കെ നല്ല രീതിയിലുള്ള മൂവ്മെന്റ് കാണിക്കാൻ സാധ്യതകളുള്ള ഓഹരികളായിട്ട് നമ്മുടെ വാച്ച് ലിസ്റ്റ് നമുക്ക് ഉൾപ്പെടുത്താം. അടുത്ത ആഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന IPO റിസൾട്ട്, ഡിവിഡന്റ് സ്റ്റോക്കുകളെ പറ്റിയാണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത്. ഫെബ്രുവരി 23 മുതൽ 25 വരെ ക്ലീനെക്സ് മാക്സ്, എൻവിറോ എനർജി സൊല്യൂഷൻസ്, ശ്രീരാം ട്വിസ്റ്റെക്സ് തുടങ്ങിയ ഓഹരികൾ IPO-വുമായിട്ട് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫെബ്രുവരി 24 മുതൽ 26 വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ PNGS, റവ ഡയമണ്ട് ജ്വല്ലറി, അതുപോലെ തന്നെ ഫെബ്രുവരി 20 മുതൽ 24 വരെയുള്ള പീരീഡിൽ വാഡിയം IVF ആൻഡ് വുമൻ ഹെൽത്ത് IPO-വുമായിട്ട് എത്തിയിട്ടുണ്ട്. IPO മാർക്കറ്റിൽ നല്ല ആക്ടിവിറ്റിയാണ് വരുന്ന ആഴ്ചയിൽ നമുക്കുള്ളത്. അതിനാൽ GMP-യും സബ്സ്ക്രിപ്ഷൻ ഡേറ്റയും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിസൾട്ടുകൾ പ്രഖ്യാപനം വരുന്ന സ്റ്റോക്കുകൾ ഫെബ്രുവരി 23 PVP വെഞ്ചർ, BF യൂട്ടിലിറ്റീസ്, ഫെബ്രുവരി 24 ഷെഫ്ലർ ഇന്ത്യ ആൻഡ് എൽഡാസ് ബെക്ക് ഇന്ത്യ, ഫെബ്രുവരി 25 സ്നോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ, KSB ലിമിറ്റഡ്, ഫെബ്രുവരി 27 റെയിൻ ഇൻഡസ്ട്രീസ്. റിസൾട്ട് ഡേയിൽ വോളറ്റാലിറ്റി കൂടുതലായിരിക്കും. ട്രേഡർമാർ നല്ല ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഡിവിഡന്റ് അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഇന്ത്യ ലിമിറ്റഡ് ഫെബ്രുവരി 26 ഡിവിഡന്റ് പരിഗണിക്കാൻ ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. റെക്കോർഡ് ഡേറ്റ് മാർച്ച് 6. ഡിവിഡന്റ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എക്സ് ഡേറ്റിന് മുമ്പ് സ്റ്റോക്ക് കൈവശം വെക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഇവയൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്റ്റോക്കുകൾ. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ചുരുക്കത്തിൽ ഇതൊരു വലിയ തിരിച്ചുവരവിന്റെ ആഴ്ചയായിരുന്നു. വിപണി ഒരു തകർച്ചയുടെ വക്കിലെത്തിയിട്ടും ബാങ്കിംഗ് മേഖലയുടെ നേതൃത്വത്തിൽ ഉള്ളുകൾ തിരിച്ചടിച്ച് പ്രധാന സപ്പോർട്ട് ലെവലുകൾ സംരക്ഷിച്ചു. വരുന്ന ആഴ്ച നിർണായകമാണ്. നിഫ്റ്റിയുടെ 25,500 സപ്പോർട്ടും 26,000 റെസിസ്റ്റൻസും ശ്രദ്ധിക്കുക. സെക്ടർ റൊട്ടേഷൻ പ്രധാനപ്പെട്ടതായിരിക്കും. അതിനാൽ ബാങ്കിംഗ് മേഖലയുടെ നേതൃത്വത്തിൽ ഒരു തിരിച്ചുവരവിന്റെ സൂചനകൾക്കായിട്ട് IT മേഖലയും നമ്മൾ നിരീക്ഷിക്കുന്നത് തുടരുക. അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് സഹായകരമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, മാർക്കറ്റിൽ ഒരു പടി മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നമ്മുടെ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടമാകില്ല. വീഡിയോ കണ്ടാൽ നന്ദി. പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. ബൈ. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.